ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാനൊരു ബൈ സൈഡ് എൻട്രി ആയിരുന്നു എടുത്തിരുന്നത്. സോ ആ ട്രേഡ് എടുക്കാനുള്ള റീസണും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെ വരച്ച് വെച്ച ഒരു റെസിസ്റ്റൻസ്, അതായത് ഇന്നലത്തെ ഹൈ, അതേപോലെ ഇന്നലത്തെ ലോ, സപ്പോർട്ട്, പിന്നെ മാർക്കറ്റ് ഇന്നലെ ഒരു സപ്പോർട്ട് എടുത്ത് പൊന്തിയൊരു ഏരിയ. അപ്പോൾ ഇത് മൂന്നുമായിരുന്നു ഇന്നലെ നമ്മൾ വരച്ച് വെച്ച ഒരു മെയിൻ ഏരിയാസ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഇവിടെയുള്ള ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടായി. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ഇത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അടുത്താണല്ലോ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ ഓർഡർ ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് ആ ക്യാൻഡിൽ, ഇതാണ് ആ ക്യാൻഡിൽ. സോ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഈ ഒരു സൈഡാണ് മാർക്കറ്റ് ബൈ നടക്കുന്ന സ്ഥലങ്ങൾ. ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ വലിയ അതായത് സെല്ലിങ്സ് ഓപ്പോസിറ്റ് സൈഡിനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗങ്ങളിൽ ബൈങ് ഇംബാലൻസുകളുണ്ട്. അതായത് ബയ്യേഴ്സാണ് കൂടുതൽ ഇവിടെ ഉണ്ടാവുന്നത്. ഒരു വലിയ സെല്ലിംഗ് ഒന്നും നടന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവില്ലേ, ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് സെല്ലേഴ്സ് ഉണ്ടാവാതെ ഇരുന്നാൽ അതിനർത്ഥം എന്താ, ആ റെസിസ്റ്റൻസ് അതായത് സ്ട്രോങ് കുറവാണ്, നല്ലൊരു റെസിസ്റ്റൻസ് അല്ല, അത് ബ്രേക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ 1-2 ക്യാൻഡിലും കൂടെ വെയിറ്റ് ചെയ്തു. ഇവിടെയുള്ള നമ്മുടെ അത് കഴിഞ്ഞിട്ടൊരു ഷൂട്ടിംഗ് സ്റ്റാറും ഹാങ്ങിങ് മാനും അങ്ങനെയുള്ള ക്യാൻഡിലും ഒക്കെ ഉണ്ടായി. അപ്പം ഇതിലൊന്നും നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി സെല്ലിങ്ങോ ഒന്നും കണ്ടില്ല. സോ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഇത്രയും വലിയ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വലിയ ക്വാണ്ടിറ്റി സെല്ലിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഏകദേശം അറിയാം ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവാനാണ് ചാൻസ് കൂടുതലെന്ന്. ഇതാണ് ആ ക്യാൻഡിൽസൊക്കെ. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ വലിയ ക്വാണ്ടിറ്റീസ് ഒന്നും അങ്ങനെ ഒരു സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വലിയ ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ല. ആകെ ഉള്ളത് ഈ ഒരു ക്വാണ്ടിറ്റീസ്. പക്ഷേ ഇതൊരു ലൈവ് മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഇത് സിംഗിൾ ക്വാണ്ടിറ്റി ആയി പ്ലേസ് ചെയ്ത ക്വാണ്ടിറ്റീസ് ഒന്നല്ല. അതായത് മാർക്കറ്റ് പോയി പിന്നെയും താഴോട്ട് വന്നു, ആ പ്രൈസ് പോയിന്റിലേക്ക് പോകുമ്പോൾ മെല്ലെ പ്ലേസ് ആയ ക്വാണ്ടിറ്റീസാണ്. സോ ഇതൊരു വലിയ ക്വാണ്ടിറ്റി സെല്ലിംഗ് ഒന്നുമല്ല. പിന്നെ അടുത്ത ക്യാൻഡിൽ ഉണ്ടായ സമയത്ത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ബൈയിങ് ആണ് ഉണ്ടാവുന്നത്. ഇത് ബൈയിങ് ആണ്. അതാണ് ഈ ബൈയിങ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രൈസിൻ്റെ മുകളിലോട്ട് ഈ ക്യാൻഡിൽ അധികം പോയി നിൽക്കുന്നത്. സോ അത് കഴിഞ്ഞ് ഇത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളൊരു ബൈയിങ് എൻട്രി എടുത്തത്. അത് ബ്രേക്ക് ചെയ്ത സമയത്ത്, അതായത് ഇവിടുന്ന് നമ്മളൊരു ബൈയിങ് എൻട്രി എടുത്തു. ഈ ബൈയിങ് ബ്രേക്ക് ഔട്ടിൽ തന്നെ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ വേറെ സെല്ലിംഗ് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ സെല്ലേഴ്സിനെയോ കാണാത്തതുകൊണ്ടാണ്. സോ ഇത് ബ്രേക്ക് ഔട്ടിൽ തന്നെ നമ്മൾ എൻട്രി എടുത്തു. ഇനി ഇവിടുന്ന് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി സെല്ലിങ് എവിടുന്ന് കണ്ടാൽ അവിടുന്ന് അപ്പോൾ തന്നെ എക്സിറ്റും ചെയ്യുമായിരുന്നു. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മൾ പെട്ടെന്ന് തന്നെ ടാർജറ്റ് അടിച്ചു. ഒരു 1:2 മേലെ 2.5 അടുത്ത് ടാർജറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ് നമ്മൾ എക്സിറ്റും ചെയ്തത്. അതിനുള്ളൊരു റീസൺ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ള ക്വാണ്ടിറ്റീസ്, ഈ ഒരു ക്വാണ്ടിറ്റീസ് കണ്ട് അപ്പോഴാണ് നമുക്ക് ഓൾറെഡി ടാർജറ്റ് നമ്മൾ അടിച്ചതാണല്ലോ, അതുകൊണ്ടാണ് അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ കാരണം. പിന്നെ ഇതിലെ ഈ വലിയ ക്വാണ്ടിറ്റീസ് എന്ന് ഞാൻ പറയുന്നത്, ഇത് വലിയ ക്വാണ്ടിറ്റീസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓർഡർ ഫ്ലോയിൽ സെറ്റ് ചെയ്യുന്ന ടിക്ക് സൈസ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം, പിന്നെ പ്രീവിയസ് ക്യാൻഡിലിൽ വരുന്ന ക്വാണ്ടിറ്റീസ്, ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ വലിയ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കിയാൽ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഈ 655, 700, 800 അതൊക്കെയാണ് ഒരു വലിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്വാണ്ടിറ്റി ചെറുതാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ അതിനു വേണ്ടി ഇന്നലത്തെ മാർക്കറ്റിൽ ഒരു 1000, 1500 വലിയ ക്വാണ്ടിറ്റീസ്. 1500, 2000, ഇന്നലെ 4000 ഒക്കെ സിംഗിൾ ഇവിടെയൊക്കെ തന്നെ കണ്ടില്ലേ, 3000 ചില്ലറ. ഇത് ഇന്നലത്തെ
ക്യാനിലാട്ടോ. ഇതൊക്കെ അതായത് ആവറേജ് ട്രേഡഡ് ക്വാണ്ടിറ്റീസ് ഇന്നലെ മൊത്തത്തിൽ കൂടുതലാണ്. അപ്പം ഒരു പർട്ടിക്കുലർ നമ്പർ പറഞ്ഞ് ഇത്ര ക്വാണ്ടിറ്റീന് മേലെയാണ് വലിയ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ അത്രയും നേരം ട്രേഡ് ചെയ്ത ക്യാൻഡിലുകളിലെ ഓരോ ടിക്കിലും ട്രേഡ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വലിയൊരു ക്വാണ്ടിറ്റി വരുമ്പോൾ ഇത് വലിയ ക്വാണ്ടിറ്റിയാണെന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഓർഡർ ഫ്ലോയിൽ നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് ഇല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം, അതേപോലെ ടിക്ക് സൈസ്, ഇതിനും കൂടെ അനുസരിച്ചായിരിക്കും നമ്മൾ ക്വാണ്ടിറ്റീസ് നോക്കുമ്പോൾ നമുക്ക് അത് വലുതാണോ അല്ലെങ്കിൽ ഇത് ഏത് സൈഡിലാണ് പ്രഷർ കൂടുതൽ എന്നൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ എല്ലാ നോർമൽ എവിടെയെങ്കിലും വരുന്നൊരു ക്യാൻഡിൽ കൊണ്ടുപോയിട്ട് എപ്പോഴും ഓർഡർ ഫ്ലോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സെറ്റപ്പ്, അതായത് നമ്മളിപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും ട്രേഡിങ് സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, ആ സ്ട്രാറ്റജീൻ്റെ കൂടെ ഇപ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ഈ ബ്രേക്കിങ് ജെന്യുവൻ ആണോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഓർഡർ ഫ്ലോ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പം വേറെ ഏതെങ്കിലും നോർമലി ഇവിടുന്ന് ഒരു സ്ഥലത്ത് ഉണ്ടായി ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കളിക്കുന്ന മാർക്കറ്റ് ഒരു സൈഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഓർഡർ ഫ്ലോ നോക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നോർമലായിട്ട് ഏതെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് എന്തെങ്കിലും ഒരു പിവറ്റ് പോയിൻ്റ് വെച്ച് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസോ ഏതെങ്കിലും നമ്മൾ സ്ട്രാറ്റജീൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത് നോക്കി അവിടുന്ന് സെല്ലേഴ്സ് ആണോ ബയേഴ്സ് ആണോ കൂടുതൽ നമ്മൾ ഇത് അനാലിസിസ് ചെയ്യുന്നത്. സോ എനിവേ, താങ്ക് യു ഗൈസ്.